Hello everyone, welcome back to a new video. Today we'll be discussing the topic constructivism, which comes under MAS4 ELT paper. So constructivism is a new psychological thought that sees learning as a construction of knowledge. Student empowerment and autonomy are the main goals of constructivist teaching, and it fosters critical thinking and creates motivated and independent learners. സോ കൺസ്ട്രക്റ്റിവിസം എന്ന തിയറിയുടെ ബേസിക് ഐഡിയ തന്നെയാണ് ലിറ്ററലി കൺസ്ട്രക്ഷൻ ഓഫ് നോളജ്. ആ ഒരു രീതിയിൽ സ്റ്റുഡൻറ് എംപവർമെൻറ്റിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെയാണ് ഈ ഒരു തിയറിയുടെ ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും ഇൻഫോർമേഷൻ സ്റ്റുഡൻസിന് ഡയറക്റ്റ്ലി കൊടുക്കുകയല്ല, അവർക്ക് പല പ്രോസസ്സിലൂടെ അവരെ കൊണ്ട് തന്നെ മനസ്സിലാക്കിപ്പിക്കുകയാണ്. അപ്പോൾ ഡയറക്റ്റ്ലി അവർക്ക് ടെക്സ്റ്റ് കൊടുത്തിട്ട് വായിക്കുക അല്ലെങ്കിൽ നോട്ട്സ് കൊടുത്തിട്ട് പഠിക്കുക എന്നുള്ളൊരു പ്രോസസ്സല്ല. അവർ തന്നെ അവരുടെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് എല്ലാം തന്നെ ഉപയോഗിച്ച് ഇൻഫോർമേഷൻ കണ്ടെത്തി പഠിക്കുകയാണ്, സ്വയം മനസ്സിലാക്കി പഠിക്കുകയാണ്. എഗെയിൻ ടീച്ചർ ഇവിടെ ഫെസിലിറ്റേറ്റർ ആയിട്ടാണ് നിൽക്കുന്നത്. നോളേജ് പ്രൊവൈഡറിനെ കാട്ടിലും അവർക്ക് ആ ഒരു രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഗൈഡായിട്ടാണ് ടീച്ചർ ഇവിടെ പ്രവർത്തിക്കുന്നത്. ഈ ഒരു തിയറിയുടെ മെയിൻ അഡ്വക്കേറ്റ്സ് എന്ന് പറയുന്നത് ജോൺ പിയാജെ, അതുപോലെ തന്നെ ലെവ് വൈഗോട്സ്കി ആണ്. സോ ഇവിടെ കൺസ്ട്രക്റ്റിവിസത്തിന് 3 ടൈപ്പ് പറയുന്നുണ്ട്. ഫസ്റ്റ് ഇസ് ദി സൈക്കോളജിക്കൽ ഓർ കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം, then we have social constructivism and radical constructivism. So let's take a look at each types. First, social constructivism. So it was developed by the Soviet psychologist Lev Vygotsky. So here knowledge is created through social interaction and collaboration with others, and learner is an active participant. Teacher performs the role of the facilitator, and learning is seen as a social process. So here reality is socially constructed and subjective, and there is no objective truth. Social constructivism എന്ന് പറയുമ്പോൾ ഇതന്നെയാണ്. ലേണിംഗ് എന്ന് പറയുന്നത് ആ ഒരു ഇൻട്രാക്ഷനിലൂടെയാണ് ലേണിംഗ് നടക്കുന്നത് എന്നാണ് പറയുന്നത്. ടീച്ചർ ഇവിടെ ഫെസിലിറ്റേറ്റർ ആയിട്ടാണ് നിൽക്കുന്നത്. സ്റ്റുഡൻസിനാണ് ഇവിടെ ഒരു ഇമ്പോർട്ടൻസ്. മാത്രമല്ല സ്റ്റുഡൻസ് ആണ് ഇവിടെ ആക്റ്റീവ് പാർട്ടിസിപ്പൻ്റ് ആയിട്ട് നിൽക്കുന്നത്. ഫോർ എക്സാമ്പിൾ കൊളാബറേറ്റീവ് ഗ്രൂപ്പ് വർക്ക്, അങ്ങനത്തെ രീതിയിലുള്ള ഗ്രൂപ്പ് വർക്ക്സ് ഒക്കെ കൊടുക്കുമ്പോൾ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യാണ്. അവർ ഗ്രൂപ്പായിട്ട് ഒരു ടീമായിട്ട് നിന്നാൽ മാത്രമേ ആ ഒരു ഗ്രൂപ്പ് വർക്ക് കംപ്ലീറ്റ് ആയിട്ട് എഫക്റ്റീവായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ഇൻട്രാക്ഷൻ വഴി ലേണിംഗ് പ്രോസസ്സ് അവിടെ നടക്കുകയാണ്. പിന്നെ എന്തെങ്കിലും ഒരു രീതിയിൽ ഹെൽപ്പ് വേണമെങ്കിൽ ഒരു ഗൈഡായിട്ട്, ഒരു ഫെസിലിറ്റേറ്ററായിട്ട് ടീച്ചർ അവിടെ നിൽക്കുന്നുമുണ്ട്. ഇതാണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. നെക്സ്റ്റ് ഇസ് കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സൈക്കോളജിക്കൽ കൺസ്ട്രക്റ്റിവിസം. ആൻഡ് here the chief exponent is John Piaget, and here knowledge is constructed to mental process such as attention, perception and memory. Learner is again an active participant. Teacher provides the information and the resources, and here learning is an individual process that involves mental process, and reality is seen as objective and exists independently of the learner, but the learner construct their own understanding of it. ഫോർ എക്സാമ്പിൾ ഈ ഒരു കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ അകത്ത് എഗെയിൻ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ലേണർ ആക്റ്റീവ് പാർട്ടിസിപ്പൻ്റ് ആണ്, പ്രോബ്ലം സോൾവറാണ്. ടീച്ചർ ഇവിടെ ഇൻഫോർമേഷൻ എല്ലാം കൊടുക്കുന്നു, റിസോഴ്സസ് എല്ലാം കൊടുക്കുന്നുണ്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. ഇതും കുറച്ചും കൂടി ഒരു സോഷ്യൽ പ്രോസസ്സിനെ കാട്ടിലും മെൻ്റൽ പ്രോസസ്സാണ്. നമ്മുടെ അറ്റൻഷനും പെർസെപ്ഷനും മെമ്മറിക്കൊക്കെയാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു മാത്സ് പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് വെറുതെ ഇരുന്നാൽ നമുക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾക്ക് ഓർത്തെടുക്കണം ഏത് ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത്, ഏതൊക്കെ എങ്ങോട്ടൊക്കെയാണ് അക്കങ്ങൾ മാറ്റേണ്ടതെന്ന് നമ്മൾക്ക് ഓർക്കണം. ഫോർമുലാസ് നമ്മൾ ഓർക്കണം. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മുടെ ആൻസർ പകുതി സമയം നമുക്ക് തെറ്റുന്നത് നമുക്ക് ശ്രദ്ധയില്ലാത്തതുകൊണ്ടാണ്. ഫോർമുല എല്ലാം കറക്റ്റായിരിക്കും, പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു അക്കത്തിന് പകരം വേറൊരു നമ്പർ ഇടുന്നു, ഫുൾ കണക്കും തെറ്റുന്നു. അപ്പം അങ്ങനത്തെ രീതിയിൽ നമ്മുടെ അറ്റൻഷൻ എല്ലാം തന്നെ ഇവിടെ അളക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ രീതിയിൽ മെൻ്റൽ പ്രോസസ്സ് വഴി ലേണിംഗ് നടക്കുന്നതാണ് കോഗ്നിറ്റീവ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ കൺസ്ട്രക്റ്റിവിസം എന്നാണ് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇസ് റാഡിക്കൽ കൺസ്ട്രക്റ്റിവിസം. സോ
It assumes that knowledge is constructed from one's experience but is not a true representation of reality. That is, the learner is the sole constructor of knowledge. Reality is subjective and constantly evolving, and the teacher encourages the learner to question and reflect on the experience to construct their own knowledge. Learning is seen as an individual and subjective process. And for example, activities that reflect on personal experiences to construct meaning and understanding. ഇപ്പോൾ ഒരു അനാലിസിസ് പോലത്തുള്ള വർക്ക്സ് ഒക്കെ നമുക്കിതിൽ എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. ഒരു ടെക്സ്റ്റ് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഓഥർ പറഞ്ഞു വയ്ക്കുന്ന മീനിങ് അല്ലാതെ തന്നെ നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് എങ്ങനെ ആ ഒരു ടെക്സ്റ്റ് ഇഷ്ടപ്പെട്ടു, എന്തുകൊണ്ടാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത്, നമുക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ നമുക്ക് ആ ടെക്സ്റ്റിൽ കാണാൻ പറ്റിയോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയനും നമ്മുടെ ഒരു ഐഡിയോളജിയും വെച്ചിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മളൊരു ടെക്സ്റ്റ് അനലൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു എസ്സേ എഴുതാൻ പറയുന്ന സമയത്തും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് മനസ്സിലായ കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും എഴുതുന്നത്. സബ്ജക്റ്റീവായിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ അവിടെ റാഡിക്കൽ കൺസ്ട്രക്റ്റിവിസം നടക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ ബേസിസിലാണ് നമ്മൾ ആ ഒരു കാര്യം മനസ്സിലാക്കി എടുക്കുന്നത്. പിന്നെ ടീച്ചർ ഒരുപാട് എൻകറേജ് ചെയ്യാറുണ്ട് ഒരു കുട്ടിയെ ക്വസ്റ്റ്യൻ ചോദിക്കാനും അതുപോലെ തന്നെ മനസ്സിലാക്കാനും. ക്ലാസ്സിൽ ഡിസ്കഷൻസും ഡിബേറ്റ്സും നടത്തുന്ന സമയത്ത് ടീച്ചർ അവിടെ ഒരു ഫെസിലിറ്റേറ്ററായിട്ട്, ഒരു മീഡിയേറ്ററായിട്ട് നിൽക്കും. പക്ഷെ അവിടെ കൂടുതലും ആ ഒരു ഇൻട്രാക്ഷൻ വഴി ആ ഒരു ലേണർ ആ ഒരു ടെക്സ്റ്റിനെ സ്വന്തം എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പോൾ അതാണ് റാഡിക്കൽ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ഒരു പ്രത്യേകത. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം സോഷ്യൽ പ്രോസസ്സാണ്. കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം മെൻ്റൽ പ്രോസസ്സാണ്. റാഡിക്കൽ കൺസ്ട്രക്റ്റിവിസം എക്സ്പീരിയൻസ് ബേസ്ഡ് ഉള്ളൊരു പ്രോസസ്സാണ്. ഓക്കെ, നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ദി 6 principles or the features or advantages of constructivist learning. സോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? സ്റ്റുഡൻസ് ബ്രിങ് പ്രയർ നോളേജ്, എക്സ്പീരിയൻസ് ആൻഡ് ബിലീഫ്, ആൻഡ് നോളേജ് is constructed uniquely and individually through a variety of tools, resources, experience, context, etc. Learning is an active and reflective process. Student is an active participant where teacher performs the role of facilitator. And activities include reflections, collaboration, group work, negotiation, etc. And learning is internally controlled and mediated by the learner. സോ ഇതാണ് കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ഒരു പ്രത്യേകത. ആൻഡ് ലിമിറ്റേഷൻസ് പറയുകയാണെങ്കിൽ, ഒന്ന് ടീച്ചർ പ്രിപ്പറേഷൻ ഉണ്ട്. കാരണം ടീച്ചേഴ്സ് ഇവിടെ എക്സ്പേർട്ടായിട്ട് തന്നെ നിൽക്കേണ്ടതുണ്ട്. അൺപ്രിപ്പയർഡ് ആയിട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു തിയറി അവിടെ ഫെയിലായി പോകും. നെക്സ്റ്റ് ഡിസ്ഓർഗനൈസേഷൻ. സോ ടെക്സ്റ്റുകളും കാര്യങ്ങളെല്ലാം തന്നെ ഓർഗനൈസ് ചെയ്ത് അവർ പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് ഓഫ് ടീച്ചിങ് അല്ലെങ്കിൽ ഈ ഒരു തിയറി അവിടെ ഫെയിലായി പോകാറുണ്ട്. എഫക്റ്റീവായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യവുമുണ്ട്. അല്ലാത്ത പക്ഷം ഒരു രീതിയിലും നമുക്കൊരു പ്രോഗ്രസ് അല്ലെങ്കിൽ ഒരു കോപ്പറേഷൻ അവിടെ നടക്കത്തില്ല. സോ റോൾ ഓഫ് ദ ടീച്ചർ എന്ന് പറയുന്നത് നല്ലൊരു രീതിയിലൊരു പങ്ക് ടീച്ചർ വഹിക്കുന്നുണ്ട്. ആ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യാനും അവർക്ക് വേണ്ട റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യാനും ഒക്കെ തന്നെ ടീച്ചറിൻ്റെ ആ ഒരു റെസ്പോൺസിബിലിറ്റിയാണത്. അപ്പോൾ ടീച്ചറിന് ഒട്ടും തന്നെ പണി കുറയുന്നില്ല. ടീച്ചർ ഫെസിലിറ്റേറ്റർ എന്ന നിലയ്ക്ക് നല്ലൊരു രീതിയിൽ എഫേർട്ട് ഇടണം. ഇല്ലാത്ത പക്ഷം അതൊരു ലിമിറ്റേഷനായിട്ട് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ കൂടുതലും സ്റ്റുഡൻസിന് തന്നെയാണ് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസാണ് അവരുടെ തന്നെ പ്രോഗ്രസ് അളക്കുന്നത്. പക്ഷെ പലപ്പോഴും ഇത് എഫക്റ്റീവ് ആവണമെന്നില്ല. സ്റ്റുഡൻസിന് തന്നെ അവരുടെ പ്രോബ്ലംസ് മനസ്സിലാകണമെന്നില്ല. ആ ഒരു സമയത്ത് അതൊരു ലിമിറ്റേഷനായിട്ട് മാറിയേക്കാം. ആൻഡ് ദെൻ ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ് ആൻഡ് സ്റ്റുഡൻസ് മേ എക്സ്പീരിയൻസ് കൺഫ്യൂഷൻ ഓഫ് ഫ്രസ്ട്രേഷൻ ഡ്യൂറിങ് ദിസ് ലേണിംഗ് പ്രോസസ്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഗ്രേഡ് ഓർ ഇവാലുവേറ്റ്. And students may have different learning speed, which could be another limitation. And it could be difficult for the teacher to control such a classroom. അപ്പം അങ്ങനത്തെ രീതിയിൽ കുറച്ച്
ലിമിറ്റേഷൻസും ഈ ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറിയിലുണ്ട്. So that is the analysis of the constructivist theory. We talked about the definition and the types of constructivists and its features or principles and limitations. So I'll see you again in a new video with a new topic. Till then, take care. Thank you.